ഹായ് മക്കളെ, എല്ലാവരും അടിപൊളിയല്ലേ? പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും റിലാക്സേഷനിലൊക്കെയാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഇനിയുള്ള നമ്മുടെ പ്ലാൻ എന്താ? പ്ലസ് വണ്ണിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കണം. പ്ലസ് വണ്ണിൽ നിങ്ങൾ ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സയൻസ് സ്ട്രീം ചൂസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും ഭൂരിഭാഗം അല്ലേ? കുറേ ആളുകൾ സയൻസ് സ്ട്രീം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. സയൻസ് സ്ട്രീം എടുക്കുന്നത് എന്തിനാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട സമയമാണ് ഇപ്പോൾ. നിങ്ങൾ ആലോചിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ആലോചിക്കുക? കാരണം നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ പ്ലസ് വൺ ആണല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്ലസ് വൺ പ്ലസ് ടു സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്ലസ് ടു ബോർഡ് എക്സാം കഴിയുമ്പോൾ ഒരു മികച്ച കോളേജിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ പലതരം കോമ്പറ്റീറ്റീവ് എക്സാമുകൾ നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ ആ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ പ്രധാനപ്പെട്ട ചില കോമ്പറ്റീറ്റീവ് എക്സാമുകളാണ് നീറ്റ്. നിങ്ങൾ പലരും കേട്ട് കാണും. നീറ്റ്, ജെഇ, കീം, ക്വെറ്റ്, ഐസർ, കുസാറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പ്ലസ് ടു ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 കോമ്പറ്റീറ്റീവ് എക്സാമുകളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നീറ്റ്, ജെഇ, ക്വെറ്റ്, കീം. ഈ 4 കോമ്പറ്റീറ്റീവ് എക്സാമുകളും എന്തിനു വേണ്ടിയാണ്, ഏത് രീതിയിലാണ് നമ്മളിതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ സിലബസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നീറ്റിൽ നിന്ന് തുടങ്ങാം. കാരണം ഏകദേശം ഒരു 23 ലക്ഷത്തോളം കുട്ടികൾ ഓരോ വർഷവും നീറ്റ് എക്സാം എഴുതുന്നുണ്ട് ആൾ ഇന്ത്യ ലെവലിൽ എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ എന്താണ് നീറ്റിന് ഇത്രയും ഡിമാൻഡ് വരാനുള്ള കാരണം? എന്തിനാണ് നീറ്റ് എഴുതുന്നത്? പ്ലസ് ടുവിന് ശേഷം നിങ്ങളൊരു ഡോക്ടർ ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു മെഡിക്കൽ കോളേജിൽ, എയിംസ് പോലെയുള്ള വലിയ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത്തരം മെഡിക്കൽ കോളേജുകളിൽ MBBS അല്ലെങ്കിൽ BDS അല്ലെങ്കിൽ BAMS, BHMS, അതായത് ആയുർവേദ ഡോക്ടർ ആവാൻ, അതുപോലെ ഹോമിയോപ്പതി ഡോക്ടർ ആവാൻ, അങ്ങനെയുള്ള ഒരു ഡോക്ടർ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി ജെയിലേക്ക് വരാം. ജെയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ആസ്പിരൻ്റ് ആണ്. പ്ലസ് ടു ബോർഡ് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യാനാണ് ആഗ്രഹം, ഒരു എഞ്ചിനീയർ ആവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന എക്സാമാണ് ജെഇ. ജെഇ എക്സാമിൻ്റെ ഒരു പ്രത്യേകത, 2 തരം ജെഇ എക്സാമുകളുണ്ട്. ജെഇ മെയിൻ എന്ന് പറയുന്നൊരു എക്സാമും ഉണ്ട്, അത് കഴിഞ്ഞ് ജെഇ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നൊരു എക്സാമും ഉണ്ട്. ഓക്കെ, ജെഇ മെയിൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ NITകൾ, നമുക്കറിയാം NITകൾ, IITകൾ, IIITകൾ പോലെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളായിട്ട് നമ്മുടെ നാട്ടിലുള്ളത്. ഇതൊക്കെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയ കമ്പനികളാണ് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് തരാൻ വേണ്ടി ഈ കമ്പനികളിലേക്കൊക്കെ എത്തുന്നത് അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷറൊക്കെ ഭയങ്കര സാധാരണ കോളേജിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ജെഇ മെയിൻ എഴുതിയാൽ അവിടെ 2 ഓപ്ഷൻസാണ് നിങ്ങൾക്കുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് NITയിലേക്കുള്ള അഡ്മിഷൻ ജെഇ മെയിനിലൂടെയാണ്. രണ്ടാമത്തെ കാര്യം, ജെഇ അഡ്വാൻസ്ഡിലേക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആകുന്നതും ജെഇ മെയിൻ്റെ സ്കോർ വെച്ചിട്ടാണ്. ജെഇ അഡ്വാൻസ്ഡ് എഴുതി കിട്ടിയാലാണ് നമുക്ക് IIT പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തേത് കീമാണ്. അതായത് ജെഇ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിലുള്ള NIT, IIT, IIIT പോലെയുള്ള കോളേജുകളിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടിയുള്ള ക്വാളിഫയിങ് എക്സാം ആണെങ്കിൽ കീം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലോ ഫാർമസി കോളേജുകളിലോ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി കോഴ്സിന് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കീമാണ് ക്രാക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ കീമിൻ്റെ നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള കുട്ടികളായിരിക്കും കീം എഴുതുന്നുണ്ടാവുക. ജെഇ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിലുള്ള കുട്ടികൾ എഴുതുന്നൊരു പരീക്ഷയാണ്. അപ്പോൾ രണ്ടും തമ്മിലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നാലാമത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ക്വെറ്റിനെ കുറിച്ചാണ്. CUET, ക്വെറ്റ് എക്സാം. എന്താണ് ക്വെറ്റ് എക്സാം അല്ലേ? അധികം ആളുകൾക്കും അങ്ങനെ കേട്ട് പരിചയം ഉണ്ടാവില്ല. നീറ്റും ജെഇയും കീമും ഒക്കെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കേട്ടിട്ടുണ്ടാവും. ക്വെറ്റ് പക്ഷേ നിങ്ങളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണ് ക്വെറ്റ്, എന്തിനാണ് ക്വെറ്റ്? അതായത് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളല്ലാതെ, മെഡിക്കൽ കോളേജുകളല്ലാതെ വേറെയും ഒരുപാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. ഓക്കെ, അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമുക്കൊരു പഠിക്കാനുള്ള അവസരമാണ്. ഒരു ഡിഗ്രി കോഴ്സിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള അവസരമാണ് ക്വെറ്റ് എക്സാമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു സാധാരണ കോളേജ് ഉണ്ടല്ലോ, അവിടെ നമ്മളിപ്പോൾ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്നതും ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി കോഴ്സ് ചെയ്യുന്നതും ഒരുപോലെയല്ലേ? അല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ
ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവസരം കിട്ടാൻ പോകുന്ന വലിയ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ NIT, IIT, IIIT പോലെയുള്ള കോളേജുകളിലും കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിലും ഈ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഒക്കെ ഒരു സാധാരണ കോളേജിൽ കിട്ടുന്ന എക്സ്പോഷറോ ഫെസിലിറ്റീസോ ക്ലാസ്സുകളോ അവസരങ്ങളോ പ്ലേസ്മെൻറ്റോ ഒന്നുമല്ല ഈ കോളേജുകളിലൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടങ്ങളിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ സെറ്റാണ്, നിങ്ങളുടെ ലൈഫ് സെറ്റാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കുവൈറ്റിൽ നമുക്ക് ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യാനുള്ള അവസരമാണ് കുവൈറ്റിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി ഈ എക്സാമുകളുടെയൊക്കെ സിലബസ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ +1ലെയും +2ലെയും NCERT സിലബസ് തന്നെയാണ് ഈ പരീക്ഷകളുടെ എല്ലാം സിലബസ് എന്ന് പറയുന്നത്. അതിൽ കുവൈറ്റിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. കുവൈറ്റിൽ +1 ടോപ്പിക്സ് ഇൻക്ലൂഡഡ് അല്ല. കുവൈറ്റ് എക്സാമിന് നിങ്ങൾ +2 ടോപ്പിക്സ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ +2 ബോർഡ് എക്സാമിന് ശേഷം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന 4 പ്രധാനപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓരോന്നും ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്കാണെന്നും എന്ത് സിലബസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഈ ഒരു വെക്കേഷൻ കാലം ഗംഭീരമാവട്ടെ. +1 +2 നമുക്ക് ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.